വനിതാ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് ഒരു യാത്ര വരുന്നു. അവർ എയർപോർട്ടിൽ സ്വീകരിക്കുന്നത് ഒരു വനിതാ ഡ്രൈവർ, താമസിക്കാൻ പോകുന്ന ഒരു സ്ത്രീ നടത്തുന്ന ഹോം സ്റ്റേയിൽ, നാട് ചുറ്റിക്കാണിക്കാൻ ഒപ്പമുള്ളത് അവിടുത്തെ കഥകളെല്ലാം അറിയാവുന്ന ഒരു വനിതാ ഗൈഡ്, ഭക്ഷണം വിളമ്പുന്ന ആ നാടിൻ്റെ തനത് രുചികൾ അറിയുന്ന ഒരു വീട്ടമ്മ. അത്തരത്തിലുള്ള വിപ്ലവകരമായ ഒരു ചുവടുവെപ്പാണ് ഷീ ടൂറിസം എന്ന ആശയം. ഇന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവർക്ക് വേണ്ടത് മനോഹരമായ കാഴ്ചകൾ മാത്രമല്ല, സുരക്ഷിതമായ താമസവും വൃത്തിയുള്ള സൗകര്യങ്ങളും ധൈര്യത്തോടെ ഇടപെടാൻ കഴിയുന്ന ഒരു സമൂഹത്തെയുമാണ്. ഉത്തരവാദിത്ത ടൂറിസം മിഷന് കീഴിൽ രജിസ്റ്റർ ചെയ്ത 80% യൂണിറ്റുകളും ഇന്ന് നയിക്കുന്നത് സ്ത്രീകളാണ്. 2022 തുടങ്ങിയ ഈ പദ്ധതിയിൽ ഇതിനകം 17,631 വനിതകൾ സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ മുന്നോട്ട് വന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാട് കാഴ്ചകളുടെ വിശാലത മാത്രമല്ല ലോകത്തിന് മുമ്പിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്, മറക്കാനാവാത്ത നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് അടുത്ത കാലത്ത് ലോക ടൂറിസം സെക്ടറിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്, പ്രത്യേകിച്ച് കോവിഡാനന്തരം. ഇവിടെ നടക്കുന്നത് പുതിയ മാറ്റത്തിൻ്റെ ഒരു സാമൂഹിക വിപ്ലവമാണെന്ന് തന്നെ പറയാം. വിനോദസഞ്ചാരം എന്നാൽ കുറച്ച് സ്ഥലങ്ങൾ കാണലും മടങ്ങലല്ലെന്നും മറിച്ചൊരു നാടിൻ്റെ ഹൃദയമറിഞ്ഞുള്ള യാത്രയാകണം എന്ന തിരിച്ചറിവിൽ നിന്നാണ് കേരളം ഇന്ന് ടൂറിസം രംഗത്ത് പുതിയ ചരിത്രം കുറിക്കുന്നത്. അത്തരത്തിലുള്ള വിപ്ലവകരമായ ഒരു ചുവടുവെപ്പാണ് ഷീ ടൂറിസം എന്ന ആശയം. എങ്ങനെയാണ് സ്ത്രീകൾ കേരളത്തിൻ്റെ ടൂറിസം ഭൂപടം മാറ്റി വരയ്ക്കുന്നത് എന്ന് നമുക്ക് കണക്കുകളിലൂടെയും യാഥാർത്ഥ്യത്തിലൂടെയും നേരിൽ കാണാം. ലോകം മാറുകയാണ്, ഒപ്പം സ്ത്രീകളുടെ യാത്രാ സങ്കല്പങ്ങളും മാറുകയാണ്. ഇന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവർക്ക് വേണ്ടത് മനോഹരമായ കാഴ്ചകൾ മാത്രമല്ല, സുരക്ഷിതമായ താമസവും വൃത്തിയുള്ള സൗകര്യങ്ങളും ധൈര്യത്തോടെ ഇടപെടാൻ കഴിയുന്ന ഒരു സമൂഹത്തെയുമാണ്. ഈ മാറ്റം കൃത്യമായി തിരിച്ചറിഞ്ഞാണ് കേരള ടൂറിസം ഐക്യരാഷ്ട്രസഭയുടെ UN വിമനുമായി കൈകോർത്തുകൊണ്ട് രാജ്യത്ത് ആദ്യമായി ഷീ ടൂറിസം അഥവാ വനിതാ സൗഹൃദ വിനോദസഞ്ചാര പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കേരളത്തെ ലോകത്തിലെ ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ വനിതാ സൗഹൃദ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക, ഇത് കേവലം ഒരു മുദ്രാവാക്യമാവേണ്ടതല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഒരു വലിയ ദൗത്യമാണ്. 2024-25 കാലയളവിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദേശ ടൂറിസ്റ്റുകളുടെ വരവിൽ കേരളം ദേശീയ ശരാശരിയിലേക്കാൾ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിലും ഈ മുന്നേറ്റത്തിന് വലിയ പങ്കുണ്ട്. ഷീ ടൂറിസം എന്ന വാക്കിൻ്റെ ഹൃദയം തന്നെ സ്ത്രീ ശാക്തീകരണമാണ്. അടുക്കളയിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു സാമൂഹിക മുന്നേറ്റമാണിത്. ഈ പദ്ധതിയുടെ കരുത്ത് അതിൻ്റെ പ്രായോഗികമായ പ്രവർത്തനങ്ങളിലും ആരെയും അതിശയിപ്പിക്കുന്ന കണക്കുകളിലുമാണ്. ഒരു സ്ത്രീ സാമ്പത്തികമായി സ്വയം പര്യാപ്തിയാകുമ്പോൾ അവളുടെ കുടുംബവും സമൂഹവും കൂടിയാണ് വളരുന്നത്. ഈ ആശയം പ്രാവർത്തികമാക്കുകയാണ് ഷീ ടൂറിസം. ഉത്തരവാദിത്ത ടൂറിസം മിഷന് കീഴിൽ രജിസ്റ്റർ ചെയ്ത 80% യൂണിറ്റുകളും ഇന്ന് നയിക്കുന്നത് സ്ത്രീകളാണ്. 2022 തുടങ്ങിയ ഈ പദ്ധതിയിൽ ഇതിനകം 17,631 വനിതകൾ സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ മുന്നോട്ട് വന്നു എന്നത് ഈ പദ്ധതിയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നു. വിനോദസഞ്ചാര മേഖലയിൽ 10,000 വനിതാ സംരംഭങ്ങൾ തുടങ്ങാനും അതുവഴി 1.5 ലക്ഷം സ്ത്രീകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സ്ത്രീകൾ തുടങ്ങുന്ന ടൂറിസം സംരംഭങ്ങൾക്കായി സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. കൂടാതെ ഹോം സ്റ്റേകൾക്കും റെസ്പോൺസിബിൾ ടൂറിസം ക്ലബ്ബുകൾക്കുമായും സർക്കാർ സഹായമുണ്ട്. സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വെറും 4% പലിശ നിരക്കിൽ വനിതാ വികസന കോർപ്പറേഷൻ വഴി വായ്പയും നൽകുന്നുണ്ട്. ടൂറിസം സെക്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സുരക്ഷയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ. ഈ വിഷയത്തിൽ കേരളം സ്വീകരിച്ചിരിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള നിലപാടാണ്. ഇന്ത്യയിൽ ആദ്യമായി ടൂറിസം കേന്ദ്രങ്ങളിൽ ജെൻഡർ ഓഡിറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. ആദ്യഘട്ടത്തിൽ കുമരകം, കാന്തല്ലൂർ ഉൾപ്പെടെ 5 പ്രധാന കേന്ദ്രങ്ങളിൽ ഓഡിറ്റ് പൂർത്തിയാക്കി. ഇനി കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങളിൽ കൂടി ജെൻഡർ ഓഡിറ്റ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ സംസ്ഥാനത്തെ 70ഓളം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വനിതാ വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തി സേഫ്റ്റി ഓഡിറ്റുകളും നടത്തി കഴിഞ്ഞു. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന ഫ്രഷപ്പ് ഹോമുകൾ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം സ്ഥാപിച്ചു വരുന്നു. മൂന്നാറിൽ തദ്ദേശ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷീ ലോഡ്ജ് ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. സ്ത്രീകൾ നടത്തുന്ന സുരക്ഷിതമായ താമസ സൗകര്യങ്ങൾ, ടൂർ പാക്കേജുകൾ, ടാക്സി സർവീസുകൾ എന്നിവ എളുപ്പത്തിൽ കണ്ടെത്താനും ബുക്ക് ചെയ്യാനും സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വനിതാ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് ഒരു യാത്ര വരുന്നു. അവർ എയർപോർട്ടിൽ സ്വീകരിക്കുന്നത് ഒരു വനിതാ ഡ്രൈവർ, താമസിക്കാൻ പോകുന്ന ഒരു സ്ത്രീ നടത്തുന്ന ഹോം സ്റ്റേയിൽ, നാട് ചുറ്റിക്കാണിക്കാൻ ഒപ്പമുള്ളത് അവിടുത്തെ കഥകളെല്ലാം അറിയാവുന്ന ഒരു വനിതാ ഗൈഡ്, ഭക്ഷണം വിളമ്പുന്ന ആ നാടിൻ്റെ തനത് രുചികൾ അറിയുന്ന ഒരു വീട്ടമ്മ. ഇതാണ് ഷീ ടൂറിസം മുന്നോട്ട് വയ്ക്കുന്ന സമ്പൂർണ്ണ വനിതാ ടൂർ പാക്കേജുകൾ. റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ ക്യൂറേറ്റ് ചെയ്ത
ഷീ ട്രിപ്സ് പോലുള്ള പാക്കേജുകൾ ഇതിനകം നിരവധി യാത്രകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം നിയന്ത്രിക്കുന്നതും അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതും സ്ത്രീകൾക്ക് തന്നെ. കേരളത്തിൻ്റെ ഷീ ടൂറിസം കേവലം ഒരു ടൂറിസം പദ്ധതിയല്ല, അത് ആയിരക്കണക്കിന് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന, അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു സാമൂഹിക മുന്നേറ്റമാണ്. ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ടൂറിസം മേഖല സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ലോക മാതൃകയായി മാറുകയാണ്. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണ്. സ്ത്രീകൾ നയിക്കുന്ന, സ്ത്രീകൾക്കായി സുരക്ഷിതമായ ഒരു പുതിയ കേരളം ഇവിടെ പിറവിയെടുക്കുകയാണ്. ആ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ, അതിൻ്റെ ഭാഗമാകാൻ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല, പെർഫെക്റ്റായി വരുന്നു എന്ന് വേണം പറയാൻ. ഒന്നിനെയും അടച്ചാക്ഷേപിക്കാതെ തിരുത്തലുകളും നല്ല നിർദ്ദേശങ്ങളും നൽകി നമ്മൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം.